ഹലോ നമസ്കാരം. ക്ലിൻസറാജ് ഇൻഫോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ യൂട്യൂബ് ചാനൽ നിരവധി ലോണുകളെ കുറിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനിൽ നിന്നും ലോൺ എടുക്കുന്ന വീഡിയോസ് ലൈവായിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന വരെയുള്ള പ്രോസസ്സ് ഫുൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പരിചയപ്പെടുത്തിയിരിക്കുന്ന ലോണുകളെല്ലാം 100% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ അംഗീകാരത്തോടും പ്രവർത്തിക്കുന്ന ഒരു ലോൺ ആപ്ലിക്കേഷനുകളാണ്. ഇന്ന് ഈ യൂട്യൂബ് ചാനൽ പുതിയ ഒരു പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പേഴ്സണൽ ലോൺ നൽകുന്നത് ബജാജ് ഫിൻഷറി എന്ന ഒരു കമ്പനിയാണ്. ഈ ബജാജ് ഫിൻഷറി എന്നത് ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമാണ്. ഇവർ നിരവധി വായ്പാ സേവനങ്ങൾ നൽകുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ടതാണ് ഇവരുടെ പേഴ്സണൽ ലോൺസ്. അർഹതപ്പെട്ടവരായ വ്യക്തികൾക്ക് ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകാതെ പൂർണ്ണമായിട്ടും ഓൺലൈൻ ഡോക്യുമെന്റേഷൻ ആയിട്ട് നമുക്ക് മൊബൈൽ മുഖേന അപേക്ഷിച്ച് 55 ലക്ഷം രൂപ വരെ ഇവര് വായ്പ നൽകുന്നുണ്ട്. അർഹതപ്പെട്ടവരാണെങ്കിൽ നമുക്ക് അപേക്ഷിച്ച് ലോൺ അപ്രൂവ് ആയതിനു ശേഷം 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള സാലഡ് ആയിട്ടുള്ളത്, അത് പ്രൈവറ്റ് മേഖലയിലോ സർക്കാർ മേഖലയിലോ ജോലി ചെയ്യുന്നവരായാലും ഈ ലോൺ ലഭിക്കും. അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഈ ലോൺ ലഭിക്കും. എന്നാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഇൻകം പ്രൂഫ് നൽകാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ലോൺ ലഭിക്കുകയുള്ളൂ. ഇതിന് വേണ്ട കുറഞ്ഞ സിബിൽ സ്കോർ 685 ആണ്. നിരവധി പേര് ഈ ലോൺ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിയാൻ സാധിച്ചു. അപ്പം ഈ ലോണിന് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നിങ്ങളെ ഞാൻ ലൈവായിട്ട് കാണിക്കാം. അതുപോലെ തന്നെ ഈ ലോണിന് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിലും കാണാം ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ലോണിന് അപേക്ഷിക്കുവാൻ സാധിക്കും. അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിന്റെ വാർഷിക പലിശ നിരക്ക് 10% മുതൽ 31% വരെയാണ്. അപ്പൊ അപേക്ഷകന്റെ സിബിൽ സ്കോർ അനുസരിച്ചാണ് പലിശ നിരക്ക് അവർ ഈടാക്കുന്നത്. അതുപോലെ തന്നെ 12 മുതൽ 96 മാസം വരെ നമുക്ക് തിരിച്ചടവ് കാലാവധി ലഭിക്കും. നല്ലൊരു തിരിച്ചടവ് കാലാവധിയാണ് ലഭിക്കുന്നത്. പിന്നെ പ്രോസസിംഗ് ഫീസ് ഈടാക്കും. അത് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും പ്രോസസിംഗ് ഫീസ് ഈടാക്കും. അതുപോലെ തന്നെ ഇതിനും പ്രോസസിംഗ് ഫീസ് ഉണ്ട്. 3.91% പ്രോസസിംഗ് ഫീസ്. അത് എടുത്ത വായ്പയുടെ 3.91% പ്രോസസിംഗ് ഫീസ് ആയിട്ട് ബാങ്ക് ഈടാക്കുന്നത്. ഈ ലോണിന് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങൾ കൈ കരുതണം. ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, പിന്നെ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, പിന്നെ നിങ്ങളുടെ ഇമെയിൽ ID, പിന്നെ ബേസിക് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൈ കരുതണം ഈ ലോണിന് അപേക്ഷിക്കുവാൻ. ഈ ബജാജ് ഫിൻഷറി എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, ഒരു പ്രമുഖ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. അനേകം പേര് ഈ ലോൺ അപേക്ഷിച്ച് ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോണിന് അപേക്ഷിക്കുവാൻ സാധിക്കും. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ ഞാൻ ഇത് എങ്ങനെ അപേക്ഷിക്കുമെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ് വരുന്നത്. ഇവിടെ കാണാം പേഴ്സണൽ ലോൺ, സാലറി ആയിട്ടുള്ളതും സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും എത്ര രൂപയാണ് നൽകുന്നത് തുടങ്ങിയ മുഴുവൻ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ലോൺ അമൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് താഴെ ഇതിനെക്കുറിച്ചുള്ള ഈ ലോണുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് നോക്കാം, നിങ്ങൾക്ക് എത്ര EMI ആകും. അതുപോലെ തന്നെ ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ എലിജിബിലിറ്റി എന്ന് വെച്ചാൽ യോഗ്യതകൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. 21-നും 80 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് കിട്ടുന്നത്. സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ളതും സാലറി ആയിട്ടുള്ള വ്യക്തികൾക്കും ഈ ലോണിന് അപേക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞ ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഫീസ് ആൻഡ് ചാർജസ് ഇവിടെ കാണാം. ഈ ഫീസ് ആൻഡ് ചാർജസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തുമാത്രം രൂപ പലിശയാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പൊ ഇതിന് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഈ സ്ക്രീനിൽ തന്നെ ഫ്രണ്ട് പേജിൽ കാണാം അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്ലൈ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്ലൈ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലൊരു പേജിലേക്കാണ്. പ്ലീസ് വെയിറ്റ്, വി ആർ പ്രോസസിംഗ്. അപ്പൊ നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമ്മൾ കൈ കരുതിയിരിക്കണം. ഓക്കെ, നിങ്ങളുടെ പാൻ കാർഡിൽ എന്തുവാണോ ആ പേര് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പം അവിടെ നിങ്ങളുടെ പാൻ കാർഡിലെ പേര് ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പൊ ഞാൻ എന്റെ പാൻ കാർഡിലെ പേരൊന്ന് എൻ്റർ ചെയ്യാണ്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ താഴോട്ട് ചെയ്യാം. കണ്ടിന്യൂ വിത്ത് ഓട്ടോ ഫിൽ അത് വേണം. കണ്ടിന്യൂ വിത്തൗട്ട് ഓട്ടോ ഫിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡ്, എംപ്ലോയ്മെന്റ് ടൈപ്പ്, കറണ്ട് റെസിഡൻഷ്യൽ പിൻകോഡ്, ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ടിക്ക് ചെയ്യണം. ഈ ടിക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സിബിൽ സ്കോർ അവർക്ക് ഫെച്ച് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ടിക്ക് ചെയ്ത് അവർക്ക് കൺഫർമേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഈ ആധാർ കാർഡിന്റെ നമ്പർ, പാൻ കാർഡിന്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സിബിൽ സ്കോർ അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം കുറച്ച് പ്രോസസ് ഉണ്ട്. ഇൻകം വെരിഫിക്കേഷന്, എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ജോലി കാര്യങ്ങൾ നമ്മൾ ഇവിടെ എൻട്രി ചെയ്യണം. അതായത് നമ്മുടെ വരുമാനം തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് അഡ്രസ്സ്, ഇമെയിൽ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൽ ഐഡിയിലേക്ക് ഒരു OTP വരും. OTP നമ്മൾ എൻ്റർ ചെയ്യണം. പിന്നെ നമ്മുടെ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സിബിൽ സ്കോറും വരുമാനവും ഒക്കെ അവർക്ക് അറിയാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് എന്തുമാത്രം ലോൺ തരുമെന്ന് അവർ കാണിക്കും. നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്തുമാത്രം പലിശയാകും, തിരിച്ചടവ്, പലിശ നിരക്ക്, മറ്റ് ചാർജുകൾ, ഇതെല്ലാം അവരിവിടെ കാണിക്കും.
അതിനുശേഷം നമ്മുടെ KYC വെരിഫൈ ചെയ്യുക, അതിന് നമ്മൾ സെൽഫി എടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇ മാൻഡേറ്റ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ കാണാൻ ഇ മാൻഡേറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഓട്ടോ ഡെബിറ്റ് കൊടുക്കണം. ഓട്ടോ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ EMI ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കണം. ഇതിന് റീപേയ്മെന്റ് അങ്ങനെയാണ്, ഓട്ടോ ഡെബിറ്റ് ആയിട്ടാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ക്രെഡിറ്റ് ആവുകയാണ്. അതിനുശേഷമാണ് നമ്മൾ എഗ്രിമെന്റ് ചെയ്യുന്നത്. ഈ എഗ്രിമെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യും. അത് നിയമപരമായിട്ട് വാലിഡ് ആണ്. അതിനുശേഷം ഫൈനൽ സ്റ്റെപ്പാണ് ലോൺ ഡിസ്ബേഴ്സ്മെന്റ്. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളെ ലോൺ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ലോണിന് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോൺ എടുത്ത് കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതുപോലെ ഇതിന് ലോണിന് അപേക്ഷിക്കുവാൻ സാധിക്കും. ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് നിലയിൽ പറയാണ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നിങ്ങൾ ലോൺ എടുക്കാവുള്ളൂ. അത് ഏത് ലോൺ ആയിക്കാലും. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായി തിരിച്ചടയ്ക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ലോണിന് അപേക്ഷിക്കാവുള്ളൂ. കാരണം നിങ്ങൾ കൃത്യമായി തിരിച്ചടച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ വരും. അതിലൊന്നാണ് നിങ്ങളുടെ സിബിൽ സ്കോർ കുറയുക, നിങ്ങളുടെ വീട്ടിൽ ഇവർ വിസിറ്റ് ചെയ്യും. അതുകൊണ്ട് എടുക്കുന്ന വായ്പ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ലോണിന് അപേക്ഷിക്കുക. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ